നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ലഹരി കേസിൽ നിന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ രക്ഷിച്ചത് സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റ്. കേസിന്റെ പല ഘട്ടങ്ങളിലും അവിശ്വസനീയമെന്ന് തോന്നും വിധം ഭാഗ്യം ഷീല സണ്ണിക്ക് തുണയായി. അവരെ കുടുക്കാനായി യഥാർത്ഥ LSD സ്റ്റാമ്പ് തന്നെ വാങ്ങാനാണ് മരുമകളുടെ സഹോദരി ലിവിയയും സുഹൃത്ത് നാരായണദാസും തീരുമാനിച്ചിരുന്നത്. ബംഗളൂരുവിലുള്ള ആഫ്രിക്കക്കാരിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് സ്റ്റാമ്പ് വാങ്ങിയത് ഷീലയ്ക്ക് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ 3 മാസത്തിനു ശേഷം കാക്കനാട്ടെ അനലിറ്റിക്കൽ ലാബിലെ രാസപരിശോധനാ ഫലം നെഗറ്റീവായതോടെ ഷീല കേസിൽ നിന്ന് കുറ്റവിമുക്തയായി. സത്യത്തിൽ ഒറിജിനൽ എന്ന് പറഞ്ഞ് ആഫ്രിക്കക്കാരൻ ലിവിയയെ പറ്റിക്കുകയായിരുന്നു. ലിവിയ വാങ്ങിയത് വ്യാജ LSD സ്റ്റാമ്പ് ആയിരുന്നുവെന്ന് മനസ്സിലായത് പരിശോധനാ ഫലം വന്നതിന് ശേഷമാണെന്നാണ് പ്രതി നാരായണദാസ് പോലീസിന് മൊഴി നൽകിയത്. യഥാർത്ഥ സ്റ്റാമ്പ് തന്നെയാണ് കൈമാറിയിരുന്നതെങ്കിൽ ഷീലയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എളുപ്പമായിരുന്നില്ല. LSD സ്റ്റാമ്പ് ശരിയായി സൂക്ഷിച്ചില്ലെങ്കിലും പരിശോധനാ ഫലം നെഗറ്റീവായേക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. ആഫ്രിക്കക്കാരൻ പറ്റിച്ചതല്ലെങ്കിൽ പ്രതികളുടെ അശ്രദ്ധയും അറിവില്ലായ്മയുമാകാം ഷീലയ്ക്ക് തുണയായത്. പ്രതികൾക്ക് LSD സ്റ്റാമ്പ് ഒളിപ്പിക്കാൻ തോന്നിയതും ഷീലയുടെ ഭാഗ്യമായി വേണം കരുതാൻ. മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളാണ് ഒളിപ്പിച്ചതെങ്കിൽ പരിശോധനാ ഫലത്തിൽ ഇത്തരത്തിൽ മാറ്റം വരാനിടയില്ല. കുറ്റം ചെയ്തിട്ടില്ലെന്ന ഷീലയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ എക്സൈസ് വകുപ്പിൽ ഉണ്ടായതും അവർക്ക് തുണയായി. ഷീല സണ്ണി റിമാൻഡിലായി ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന D. ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. 3 ദിവസമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത്. ഷീലയ്ക്ക് മയക്കുമരുന്നുമായി നേരിട്ട് ബന്ധമില്ലെന്ന് ആദ്യ ദിവസം തന്നെ ബോധ്യമായിരുന്നതായി ഇപ്പോൾ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച D. ശ്രീകുമാർ പറഞ്ഞു. ഇക്കാര്യം കേസ് ഡയറിയിലും രേഖപ്പെടുത്തി. എന്നാൽ ഇതിന് ബലം നൽകുന്ന തെളിവുകൾ അന്ന് ലഭിച്ചിരുന്നില്ല. രാസപരിശോധനാ ഫലം നെഗറ്റീവായതോടെ ഷീലയെ കുടുക്കിയവർക്കായുള്ള അന്വേഷണം എക്സൈസ് വകുപ്പ് ഊർജിതമാക്കി.